നിങ്ങളൊരു വീട് സ്മാർട്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ? Hi, I'm Mahadev and this is part 1 of building an IoT startup at age 19. അപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഹോം ബിൽഡ് ചെയ്യണമെങ്കിൽ അറിയാം, ആദ്യം നമുക്ക് കുറച്ച് സ്മാർട്ട് പ്രോഡക്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ പ്രോഡക്ട്സുകൾ നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈറ്റുകളിൽ നിന്നോ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിന് വേണ്ടിയുള്ളൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആ പ്രോഡക്റ്റുകൾക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേണം. അപ്പോൾ നമ്മളൊരു സ്മാർട്ട് ഹോം കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 10-15 ആപ്ലിക്കേഷൻസ് വേണം ഇതെല്ലാം കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് പർച്ചേസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഫോണിൽ കൂടി ഇതിനെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാം എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ AI-യുടെയും IoT-യുടെയൊക്കെ ഈ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ജാർവിസ് പോലെ ഈ ഒരു സ്ഥലം ഓട്ടോമേറ്റ് ചെയ്തെടുക്കാനുള്ള സിസ്റ്റങ്ങളൊക്കെ എവിടെ പോയി? വെൽ, ഐ ഡിസൈഡഡ് ടു ബിൽഡ് ഇറ്റ് മൈസെൽഫ്. ഇൻട്രൊഡ്യൂസിങ് ഡിയോസ്. ഡിയോസിൽ നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ലിവിംഗിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ഡിയോസിൻ്റെ ഹബ്ബാണ്. ഇതിപ്പോൾ ഒരു MVP വേർഷനാണ്. നമ്മൾ ഇൻഹൗസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തെടുത്ത ഒരു MVP ആണിത്. ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് 6000+ പ്രോഡക്റ്റുകളെ 6000+ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ഒരൊറ്റ യൂണിഫൈഡ് സിസ്റ്റത്തിലൂടെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഹബിൻ്റെ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഓരോ ദിവസമായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.